ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഇവിടെ നല്ല മഴയാട്ടോ. 2 ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയുമാണ്, വളരെ ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങയില പരിപ്പ് തക്കാളിയും കൂടെ ചേർത്തുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലേ. നമ്മളിനി മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ മുരിങ്ങയിലേക്ക് ഗുണങ്ങൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ നാടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില പറിച്ചെടുക്കാം. എനിക്കിവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഈ മഴക്കാലത്തും നിറയെ പൂക്കളും ഉണ്ട്, നിറയെ കായും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പക്ഷേ കായ്ക്കൊന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കായല്ല, എന്തോ ഒരു കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ട്. പൂക്കളമൊക്കെ നിറച്ചുണ്ട്. അപ്പോൾ ഇല ധാരാളം ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ എന്നും പറിച്ച് വെക്കും കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് കുറച്ചധികം പറിച്ചെടുക്കാം. ഇത് എളുപ്പം എടുക്കാൻ വേണ്ടി നമുക്ക് തലേദിവസം പറിച്ചിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ അടർന്ന് കിട്ടും കേട്ടോ. അത് വളരെ എളുപ്പമാണ് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുരിങ്ങയില കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് അരയ്ക്കാൻ വേണ്ടി കിളുന്ത് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് പച്ചമുളകൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. അത് 4 പറിച്ച് ഞാൻ എടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ കറികളൊക്കെ. ഇതെല്ലാം എടുത്ത് നമുക്ക് വെക്കാം. എന്നിട്ട് ഈ മുരിങ്ങയിലേനെ നമുക്ക് നല്ലതുപോലെ കഴുകി അതിൽ എട്ടുകാലിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും ഉണ്ടാകാതെ നോക്കി കഴുകി നമുക്കതിനെ വെള്ളം മാറ്റാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിനകത്ത് പരിപ്പ് വേണമല്ലോ കറി വെക്കണമെങ്കിൽ. ഞാൻ അതിനായിട്ട് 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കപ്പിനാണ്. അത് ഞാൻ നല്ലതുപോലെ കഴുകി ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലയും കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറിച്ച മുരിങ്ങയില ഇന്നെടുത്ത നാളത്തേക്കാണ്. നേരത്തെ ഇത് പറിച്ച് വെച്ചിരുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പേപ്പറിനകത്തിട്ട് ഞാൻ പൊതിഞ്ഞ് വെച്ചിരുന്നു ഇന്നലെ രാത്രി. ഇന്ന് രാവിലെ ആയപ്പോൾ അതിൻ്റെ ഇലയെല്ലാം അടർന്ന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും വാടിയൊന്നും പോവില്ല. ഇനി പരിപ്പിനെ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തത്. കുറച്ച് കുതിർന്ന് കിട്ടാനായിരുന്നു. അപ്പോൾ ഒരൊറ്റ വിസിൽ മതി. കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി പഴുത്ത തക്കാളിയല്ല, ഇച്ചിരി പുളിപ്പുള്ള തക്കാളി. പിന്നെ പച്ചമുളക്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കാന്താരി ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് ഈ കുക്കറിലാകുമ്പോൾ കുഴപ്പമില്ല. ചെറിയ കുക്കറിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അത് വെള്ളമൊക്കെ ചെന്ന് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ തിളച്ച് അത് വിസിൽ വഴി പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം മറന്നു കേട്ടോ. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ഉള്ളി ഇതിനകത്തൊരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ. ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയ ഉള്ളി അരയ്ക്കാനും ഒക്കെ എടുക്കും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനൊരു 3 പിടി തേങ്ങ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ അരച്ചെറിയൊക്കെ വെക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്തും ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം കുറച്ച് കൂടുതലെടുത്തു. വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ചേർക്കാറില്ല. ആരെങ്കിലും ചേർക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ രുചി അറിയില്ല കേട്ടോ. കറിവേപ്പില നേരത്തെ കിള്ളിയെടുത്ത ആ തളിര് കറിവേപ്പില, ഒരു പച്ചമുളക്, ബാക്കി പച്ചമുളക് നമ്മൾ കറിയിലിട്ടിട്ടുണ്ടല്ലോ. 3-4 ചുവന്നുള്ളിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. വളരെ എളുപ്പമായി കറി വെക്കാനായിട്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ മുരിങ്ങയിലയും പരിപ്പും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയുമാണ്. എല്ലാവരും കഴിക്കുകയും ചെയ്യുമല്ലോ. വീട്ടിലുള്ള സാധനം കൂടി ആകുമ്പോൾ നമുക്ക് വേറെ കറി വെക്കാൻ തിരക്കി പോവുകയൊന്നും വേണ്ട. പരിപ്പ് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. കുറുകിയൊന്നും പോയിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ അരപ്പൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എന്തുമാത്രം ലൂസ് വേണോ കറിക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ലൂസാവണ്ട, എന്നാൽ ഒത്തിരി തിക്കാകാൻ വേണ്ട. ഒരു അല്പം ലൂസായി കഴിഞ്ഞാൽ പരിപ്പായതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതൊന്ന് തിക്കായി കിട്ടും. ആ ഒരു പരുവത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ മുരിങ്ങയില നമുക്ക് 2 രീതിയിൽ വെക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഒഴിച്ച് ഇതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കിയില്ല. ഈ സമയത്ത് മുരിങ്ങയില കഴുകി വെച്ചിരിക്കുന്നു ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കതിനെ മൂടി വെച്ച് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗുണം ഒരുപാടാട്ടോ. പക്ഷേ അതിനൊരു പച്ചച്ചവ ഇലയുടെ ഒരു ടേസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രീതിയിലല്ല, വേറെ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. ഇതുപോലെ വെക്കാത്തവരുണ്ട്, ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ അതവിടെ ഇരുന്ന് ഞാൻ മൂടി വെച്ച് ഒരു 4 മിനിറ്റ്, അതായത് ലോ ഫ്ലെയിമിലാട്ടോ. ഒന്ന് കണ്ടമാനം തിളച്ച് പോകുമൊന്നും വേണ്ട. ചെറിയ രീതിയിൽ അരപ്പ് വേകാനുള്ള രീതിയിൽ ഇരുന്നാൽ മതി. ആ സമയം കൊണ്ട് ഒരു വറ കൂടി എടുക്കുക. ഒരു അടിപൊളി വറയായിരിക്കണം കേട്ടോ. വറയിലാണ് അതിൻ്റെ കറിയുടെ രുചി ഇരിക്കുന്നത്.
വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കടുകിട്ട് പിന്നെ ചുവന്നുള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വറമുളകുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയില ഞാൻ വഴറ്റിയാണ് ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചോളൂ. എന്ന് വെച്ചാൽ അതിന് ആ മുരിങ്ങയുടെ പച്ചച്ചുവയോ അതൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, അറിയത്തേയില്ല മുരിങ്ങയിലയാന്ന് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇവിടെ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇലക്കറികളൊക്കെ ഭയങ്കര പാടാണ് എല്ലാവരെയും കഴിപ്പിക്കാൻ. ഇതുപോലെയൊക്കെ ഓരോ ടെക്നിക്കൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചോളൂ കേട്ടോ. ഇനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഡാർക്ക് കളറൊന്നും ആകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ ഒരു പച്ചമണം മാറുന്ന വരെ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അത് കറിയുടെ മുകളിലേക്കിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ആ പരിപ്പും മുരിങ്ങയും കൂടി കിടക്കുമ്പോഴത്തേക്കുള്ള ഒരു മുരിങ്ങയുടെ പച്ചച്ചുവയൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അത് മൂത്തിട്ടുണ്ട്, അത്രയും മൂത്താൽ മതി കേട്ടോ. അപ്പം തീ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ വെച്ചിരിക്കുന്ന നമ്മളെടുത്ത് ചൂടായിരിക്കുന്ന പരിപ്പ് ഇങ്ങോട്ടെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇനി ഇതിനെ ഒന്ന് ഒരു 2 മിനിറ്റ് ഈ ഫ്ലെയിമിൽ തന്നെ കിടന്ന് ഈ മുരിങ്ങയിലയും പരിപ്പും അരപ്പും എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഒത്തിരി തിളച്ച് പോവണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമുക്കൊരു ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി വെന്ത് കിട്ടിയാൽ മതി. അപ്പോഴതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് വരെയൊക്കെ ഞാൻ വെച്ച് കേട്ടോ. വെന്ത് തിളച്ച് പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നല്ല ഇതായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവാണ് ഇത്. ഒത്തിരി തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഇനി ഇത് കുക്കറിൽ ഇരുന്ന് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകും കേട്ടോ. ഇത് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കൂടി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ചൂടാക്കി ഒഴിക്കുന്നത് കൂടാതെ പച്ചയ്ക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചി ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയണം. ഇത് പലരും വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെയാണ് എല്ലാവരും വെക്കുന്നതെന്ന് കൂടി ഒന്ന് പറയണേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.